ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പുട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതും കൈകൊണ്ടൊന്നുമല്ല നമ്മൾ ഈ മാവ് ഉണ്ടാക്കിയെടുക്കണേ, മിക്സി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കണമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ പൊടിച്ചെടുക്കൂലേ, ആ ഒരു ജാറാണ്. ഒരു ഇത്തിരി വലിപ്പമുള്ള ജാറുണ്ടല്ലോ മിക്സിക്ക്, ആ ഒരു ജാറാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ ഈ ഒരു ജാറിലേക്ക് ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോറാണ്. ഞാനിപ്പോൾ ഇവിടെ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. പുഴുങ്ങലരിയുടെ ചോറോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചോറാണ് വേണ്ടത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒന്നിങ്ങോട്ട് കറക്കിയെടുക്കുക. കൂടുതൽ സമയം വേണ്ട. അപ്പോൾ തന്നെ നമ്മുടെ പുട്ടിൻ്റെ മാവ് റെഡിയാവും. അപ്പോൾ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചോറിട്ട് കൊടുക്കരുത്. ചോറിട്ട് കൊടുത്താൽ നമ്മൾ വിചാരിക്കണ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് അരിപ്പൊടിയിലാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് കിട്ടണം. അതാണ് നമ്മുടെ ഈ പുട്ടിൻ്റെ മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി എല്ലാവരും പുട്ടുണ്ടാക്കണ പോലെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു അച്ചുണ്ടല്ലോ അതിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കണ ഈ ഒരു ചോറിന് 1/2 കപ്പ് പൊടിക്ക് 1 കപ്പ് ചോറ് തന്നെ വേണം. അത് ഞാനൊരു 3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ചോറിന് ചിലപ്പോൾ അത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ച് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ആവശ്യാനുസരണം ചോറ് ഇട്ട് കൊടുത്തിട്ട് മാവ് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി, എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കുമ്പോൾ കൂടുതൽ ചോറല്ല ചേർത്തത്, അപ്പോൾ ചോറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക എന്നുള്ളതും. പക്ഷേ ഒട്ടും പേടിക്കണ്ട. ഇത് കഴിക്കുന്നവർക്ക്, ഇത് അറിയാതെ കഴിക്കുന്നവർക്ക്, നമ്മൾ ചോറ് ചേർത്തിട്ടാണ് ഈ ഒരു പുട്ടുണ്ടാക്കിയെന്നുള്ളത് അറിയാതെ കഴിക്കുന്നവർക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ ചോറാണ് എന്നുള്ളത്. നല്ല പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഈ ചട്ടപ്പുട്ടിൻ്റെ അച്ചിലേക്ക് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ പുട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റാണ്. ഇത് നമ്മൾ കൈകൊണ്ട് ഒന്ന് തൊടുമ്പോൾ തന്നെ അങ്ങനെ പൊടിഞ്ഞു പോരും. അത്രയും സോഫ്റ്റാണ് ഇതിന്. നല്ല കടലക്കറിയുടെ കൂടെ ഇറച്ചിക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഞാനിപ്പോൾ എപ്പോഴും ഇതേപോലെയാണ് പുട്ടുണ്ടാക്കാറ്. വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ ബാക്കി വരുന്ന ചോറ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അതെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് എന്നോട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.